Okay, dear students, today we are going to discussing about chemical properties of aldehydes and ketones. അപ്പോൾ നമുക്ക് സിലബസിൽ എന്താ പറയുക 5 കെമിക്കൽ പ്രോപ്പർട്ടീസ് ബേസിസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഉള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. Then this nucleophilic addition reaction is possible through water, HCN, then addition of sodium bisulfate, addition of alcohols. അതിൽ ബ്രാക്കറ്റിൽ എഴുതിയത് ഫോർമേഷൻ ഓഫ് അസെറ്റാൾ ആൻഡ് ഹെമി അസെറ്റാൾ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ അതുപോലെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, ഈ 5 റിയാക്ഷൻസും എന്താണ് നമുക്ക് വേണം. അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ഒന്ന് H2O, HCN, addition of sodium bisulfate, addition of alcohols, Grignard reagent. അപ്പോൾ ഒരു ആൽഡിഹൈഡും ലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഒരു ആൽഡിഹൈഡിൽ കീറ്റോണിലേക്ക് HCN ആഡ് ചെയ്താൽ എന്ത് കിട്ടും? സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ആൽക്കഹോൾ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? അപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. രണ്ടാമത്തതാണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. ഫസ്റ്റ് അഡീഷൻ ടേക്സ് പ്ലേസ്, ദെൻ എലിമിനേഷൻ ടേക്സ് പ്ലേസ്. ഫസ്റ്റ് അഡീഷൻ നടക്കും, അതിനുശേഷം എന്ത് നടക്കും? എലിമിനേഷൻ നടക്കും. സോ ദാറ്റ്സ് ദ നെയിം ഇസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. ദെൻ അടുത്തതാണ്, ഒരു മിനിറ്റ് മക്കളെ, അടുത്തതാണ് എന്താ പറയുക, ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. അതിൽ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺ ഫസ്റ്റ് റിയാക്റ്റഡ് വിത്ത് പ്രൈമറി അമീൻ. ആക്ഷൻ ഓഫ് പ്രൈമറി അമീൻ, then action of ammonia derivative, then reaction with ammonia. എന്താ നടക്കുന്നത്? ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? ആക്ഷൻ ഓഫ് പ്രൈമറി അമീൻ, ആക്ഷൻ ഓഫ് അമോണിയ ഡെറിവേറ്റീവ്, റിയാക്ഷൻ വിത്ത് അമോണിയ. ദെൻ മൂന്നാമത്തതാണ് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ ആദ്യത്തേത് എന്തായിരുന്നു? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. രണ്ടാമത്തത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. മൂന്നാമത്തത് റിഡക്ഷൻ റിയാക്ഷൻ. റിഡക്ഷൻ റിയാക്ഷനിൽ നടക്കുന്നത് ഒന്ന് റിഡക്ഷൻ ഓഫ് കാർബണൽ ഗ്രൂപ്പ്, രണ്ടാമത്തത് റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ടു ആൽക്കഹോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടും. കാരണം നമ്മൾ പ്രൈമറി ആൽക്കഹോളിൽ നിന്നും സെക്കൻഡറി ആൽക്കഹോൾസിൽ നിന്നായിരുന്നു ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഓക്സിഡേഷൻ വഴി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതേമാതിരി തന്നെ ആ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ആൽക്കഹോൾസ് കിട്ടും. ദെൻ അടുത്ത നാലാമത്തെ റിയാക്ഷനാണ് ഓക്സിഡേഷൻ റിയാക്ഷൻസ്. ഒന്ന് വിത്ത് സ്ട്രോങ് ഓക്സിഡൻസും ഒന്ന് മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസും. സ്ട്രോങ് ഓക്സിഡൻസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ റിയാക്ഷൻസും ഉണ്ട്, മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള റിയാക്ഷനും ഉണ്ട്. അഞ്ചാമത്തതാണ് എന്താണ്? റിയാക്ഷൻ അറ്റ് ദ ആൽഫ കാർബൺ ഓഫ് കാർബണൽ കാർബൺ. അതായത് കാർബണൽ കാർബണിന് എന്തുണ്ട്? ഒരു ആൽഫ കാർബൺ ഉണ്ട്. ആ ആൽഫ കാർബണിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കും എന്നുള്ളത്. അപ്പോൾ ടോട്ടൽ 5 കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ, third one reduction reaction, fourth one oxidation reactions, fifth one reactions at the alpha carbon of carbonyl compound. ഇനി നമുക്കിതിൽ ഓരോന്ന് എടുത്ത് പഠിക്കാം. ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അതിൽ ആദ്യം മനസ്സിലാക്കി വെക്കുക, ന്യൂക്ലിയോഫിലിക് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ ഓഫ് എ ന്യൂക്ലിയോഫൈലാണ്. എന്താണ്? അഡിഷൻ ഓഫ് എ ന്യൂക്ലിയോഫൈൽ. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോഫൈലിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് വന്ന് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഡിഹൈഡിലും കീറ്റോണിലും എന്തുണ്ടായിരിക്കണം? ഒരു പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈൽ ആയിട്ടുള്ള ഭാഗം ഉണ്ടായിരിക്കണം അല്ലേ? അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ അഡിഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. സോ ഇവിടെ ഇതാണ് നമ്മുടെ കാർബണൽ ഗ്രൂപ്പ് അല്ലേ? ഈ കാർബണൽ ഗ്രൂപ്പിൽ ഡ്യൂ ടു ദി ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ, ഇറ്റ് ഈസ് പോളർ ബിക്കോസ് ഓക്സിജൻ ഹാസ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി when compared to this carbon. So here carbon getting a positive charge and oxygen getting a negative charge. So partially
പോളാർ ചാർജ് വരും. പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓൺ ഓക്സിജൻ ആൻഡ് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓൺ കാർബൺ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം തന്നെ ഈ കാർബൺ എന്താണ് പോസിറ്റീവായി. അപ്പോൾ അഡീഷൻ എവിടെയായിരിക്കും നടക്കുന്നുണ്ടാവുക? കാർബൺ ഈ പോസിറ്റീവ് സെൻറ്ററിൽ വന്നിട്ടായിരിക്കും ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഇസ് നെഗറ്റീവ് പാർട്ട് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് പാർട്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നോക്കുക, വൈ ഡു കാർബണൈൽ കോമ്പൗണ്ട്സ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ? എന്തുകൊണ്ടാണ് കാർബണൈൽ കോമ്പൗണ്ട്സിന് ന്യൂക്ലിയോഫിലിക് അഡീഷൻ പോസിബിൾ ആവണമെന്ന് എന്ന് വെച്ചാൽ, ബിക്കോസ് ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് carbon gets a partial positive charge and oxygen getting a negative charge. Due to that reason, the carbonyl compound undergo nucleophilic addition reactions with nucleophiles. Okay, then ഇവിടെ നോക്കൂ, കണ്ടോ? അതായത് ഒക്കെ ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഇവിടെയൊക്കെ പറയുന്നത്. കാരണം കാർബണിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് കാരണം അത് ബിഹേവ്സ് ആസ് എൻ ഇലക്ട്രോഫൈൽ. അതുപോലെ തന്നെ ദ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഓൺ ദ sorry for the interruption, കൈ തട്ടിപ്പോയതാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് എന്താ പറയുക, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയാ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ ആസിഡിക് ഗ്രൂപ്പ്. ആസിഡിക് ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. സോ ദ പ്രോട്ടോൺ ഡൊണേറ്റഡ് ബൈ ദ ആസിഡ് ബോൺസ് വിത്ത് ദ കാർബണൽ ഓക്സിജൻ ആറ്റം ആൻഡ് ന്യൂട്രലൈസസ് ദ നെഗറ്റീവ് ചാർജ്. എങ്ങനെയാണ്? അതായത് ഇപ്പോൾ ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആസിഡ് ഇപ്പോൾ H+ അയോൺസ് വേഗം എവിടേക്കായിരിക്കും വരിക? അപ്പം H+ അയോൺസ് ഇവിടുന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ H+ അയോൺസ് എവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യും? O- പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇതിൻ്റെ എഫക്റ്റ് എന്താകും? ന്യൂട്രലൈസ് ചെയ്യും. ഓക്കെ, ദെൻ ആൽഡിഹൈഡ്സ് are relatively more reactive towards nucleophilic addition reactions when compared to ketones. അതൊരു ക്വസ്റ്റ്യൻ ആണ്, അതെല്ലാവരും അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when compared to ketone, aldehyde is more reactive towards to nucleophilic addition reactions. This is because എന്താണ്, the secondary carbocation formed by ketone are stabilized by the adjacent R groups. The primary carbocations formed by aldehydes are less stable than the secondary carbocations formed by ketones and are therefore more susceptible to nucleophilic attacks. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ കാർബോകാറ്റോണൊക്കെ 4th സെമ്മിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഏത് കാർബോകാറ്റോണാണ് മോസ്റ്റ് സ്റ്റേബിൾ? ടെർഷ്യറി കാർബോകാറ്റോൺ അല്ലേ. വെൻ കമ്പയർഡ് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി, ടെർഷ്യറി കാർബോകാറ്റോൺ ഇസ് സ്റ്റേബിൾ. ബട്ട് ഹിയർ in the case of ketone, secondary carbocation is formed, and in the case of aldehyde, primary carbocation is formed. അപ്പോൾ ഏതായിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ? പ്രൈമറി ആയിരിക്കോ സെക്കൻഡറി ആയിരിക്കോ? സെക്കൻഡറി ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ അല്ലേ. അപ്പം ലീസ്റ്റ് സ്റ്റേബിൾ ആയത് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ് അല്ലേ. അൺസ്റ്റേബിൾ ആയതെല്ലാം ഹൈലി റിയാക്റ്റീവ്. അത് യൂണിവേഴ്സൽ തിയറിയാണ്. നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ലെസ് സ്റ്റേബിൾ ആണെങ്കിൽ ദേ ആർ വെരി റിയാക്റ്റീവ് ടുവേർഡ്സ് കെമിക്കൽ റിയാക്ഷൻ. സോ ഹിയർ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ആൽഡിഹൈഡ്സിൻ്റെ കാർബോകാറ്റോൺ പ്രൈമറി കാർബോകാറ്റോൺ ആയത് കാരണം അത് ലീസ്റ്റ് സ്റ്റേബിളാണ്. അതുകൊണ്ട് അതെന്താണ്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനായിട്ട് വളരെ റിയാക്റ്റീവാണ്. പക്ഷേ കീറ്റോൺ എന്തല്ല, കുറച്ച് സ്റ്റേബിളാണ്, ബിക്കോസ് ഇറ്റ്സ് കാർബോകാറ്റോൺ ഇസ് സെക്കൻഡറി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ ഇതിൻ്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അഡീഷൻ റിയാക്ഷൻസ് ഇൻ വിച്ച് ന്യൂക്ലിയോഫൈൽ ഫോംസ് എ സിഗ്മ ബോണ്ട് വിത്ത് ഓൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. അതായത് ഒരു ന്യൂക്ലിയോഫൈൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോംസ് എ സിഗ്മ ബോണ്ട് വിത്ത് ആൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. അതായത് ഇപ്പം നമ്മുടെ നമുക്കിവിടെ കാർബൺ ഉണ്ട്. ആ കാർബണിലേക്ക് ഒരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയോഫൈലും ആ കാർബണും കൂടി ഫസ്റ്റ് എന്താ ഫോം ചെയ്യുന്നത്? ഒരു സിഗ്മ ബോണ്ടാണ്. അപ്പോൾ എന്തായിരിക്കും? സിഗ്മ ബോണ്ട് കാർബണുമായിട്ട് അത് എന്ത് ചെയ്യും? ഫോം ചെയ്യും. ആ കാർബണിനെ നമ്മൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് എന്നാണ് വിളിച്ചത്, ബിക്കോസ് കാർബൺ ഹാസ് എ പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അവർ തമ്മിൽ എന്ത് ഫോം ചെയ്യുന്നു? സിഗ്മ ബോണ്ട് ഫോം ചെയ്യണം. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ അവിടെ ഫോം ചെയ്യണം. അപ്പോൾ ഈ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് നടക്കുന്നത് 3 സ്റ്റെപ്സിലൂടെയാണ്. ഓക്കെ, ആ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ കാർബണൽ കാർബൺ ഫോംസ് എ സിഗ്മ ബോണ്ട് വിത്ത് ദ ന്യൂക്ലിയോഫൈൽ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കാർബണൽ കാർബണ് ന്യൂക്ലിയോഫൈലുമായിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഞാൻ കുറച്ച് 2-3 സ്ലൈഡ് ഇപ്പുറത്തോട്ടേക്ക് വന്നതാണ്, പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? കാർബൺ ഓക്സിജൻ പൈ ബോണ്ട് ഇസ് നൗ ബ്രോക്കൺ ഫോമിങ് ആൻ ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ റെഡിങ്കിൽ മാർക്ക് ചെയ്തതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. കാർബൺ ഓക്സിജൻ പൈ ബോണ്ട് ബ്രോക്കൺ ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സിഗ്മ ബോണ്ട് ഫോർമേഷൻ between nucleophile and electrophilic carbonyl carbon. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? അതായത് ബ്രേക്കിംഗ് ഓഫ് പൈ ബോണ്ട് ആൻഡ് ഫോമിംഗ് ഓഫ് ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? പ്രോട്ടോണേഷൻ ഓഫ് ദ ആൽക്കോക്സൈഡ് ഈൽഡ്സ് ദ ആൽക്കഹോൾ ഡെറിവേറ്റീവ്. എന്താണ്? പ്രോട്ടോണേഷൻ ഓഫ് ദി ആൽക്കോക്സൈഡ്സ് ഈൽഡ്സ് ദി ആൽക്കഹോൾ ഡെറിവേറ്റീവ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. ഇപ്പം ന്യൂക്ലിയോഫൈൽ എവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക? ഈ കാർബൺ, ഇവിടെ കാർബൺ ഉണ്ട് നടുക്ക്, ഈ കാർബണിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ വന്നിട്ട് അത് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇവർ തമ്മിൽ എന്ത് ഫോം ചെയ്യും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ആ സമയത്ത് ഇവിടെ നിന്ന് ഇലക്ട്രോൺ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഓക്സിജൻ ഗെറ്റിംഗ് ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. ആൻഡ് ആദ്യം ന്യൂക്ലിയോഫൈലും കാർബണും എന്ത് ചെയ്തു? സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. പിന്നെ എന്താ സംഭവിക്കുന്നത്? പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ദ പൈ ബോണ്ട് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് കാർബൺ ഇസ് ബ്രോക്കൺ. കണ്ടോ, ഇവിടെ ഒരു പൈ ബോണ്ട് ഉണ്ട്. ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രോക്കൺ ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ്. ദിസ് ഇസ് ദി ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ്. ഓക്കെ, ആൽക്കോക്സൈഡ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ദെൻ ലാസ്റ്റ് എന്താ ഫോം ചെയ്യുന്നത്? ലാസ്റ്റ് എന്താ സംഭവിക്കുന്ന സ്റ്റെപ്പിൽ? the protonation of the alkoxide yields the alcohol derivative. ഇവിടെ എന്താ സംഭവിക്കുക? പ്രോട്ടോണേഷൻ, അതായത് ഇവിടെ ഇതിൽ തന്നെ ഒരു ആസിഡ് ഉണ്ടാകും, H+ വരും. ആ H+ എന്ത് ചെയ്യും? ഈ ഓക്സിജനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഇത് ന്യൂട്രലൈസ് ചെയ്തു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു ആൽക്കഹോൾ ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ ന്യൂക്ലിയോഫൈൽ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ദെൻ ഫൈനലി ഓൺ പ്രോട്ടോണേഷൻ we will get the product as alcohol derivative. ഓക്കെ, അപ്പം ഒരു കാര്യം ഇവിടെ ഒന്ന് നോക്കൂ, എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the carbon oxygen double bond is directly attacked by strong nucleophiles to give rise to the alkoxide. However, when weak nucleophiles are used, the carbonyl group must be activated with the help of an acid catalyst for the nucleophilic addition reaction to proceed. അതിൻ്റെ കംപ്ലീറ്റ് വേർഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്ട്രോങ് ന്യൂക്ലിയോഫൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന അതേ സമയം കൊണ്ട് തന്നെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആകും. എന്നിട്ട് ആൽക്കോക്സൈഡ് ഫോം ചെയ്യും. അതല്ല, വീക്ക് ന്യൂക്ലിയോഫൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ട്രോങ് ആസിഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് എന്ത് പോസിബിളാണ്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് പോസിബിളാണ്. അപ്പോൾ ദീസ് ആർ ദ ത്രീ സ്റ്റേജസ് ഓഫ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഫസ്റ്റ് സിഗ്മ ബോണ്ട് ഫോർമേഷൻ, സെക്കൻഡ് പൈ ബോണ്ട് ബ്രേക്കിംഗ്, തേർഡ് എന്താണ്? പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കോക്സൈഡ് ടു ഗെറ്റിംഗ് ആൻ ആൽക്കഹോൾ ഡെറിവേറ്റീവ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇതൊക്കെ സെയിം സ്ലൈഡുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പുകൾ. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ നമുക്ക് 5 കാറ്റഗറി ഉണ്ട്. അതിൽ ഫസ്റ്റാണ് അഡീഷൻ ഓഫ് വാട്ടർ. അതിനെ നമ്മൾ ഹൈഡ്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ റിയാക്ഷൻ എന്നാണ് പറയുക. വാട്ടർ അഡീഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വി വിൽ ഗെറ്റ് എ ഹൈഡ്രേറ്റ്. നമുക്ക് എന്താ കിട്ടുക? ഒരു ഹൈഡ്രേറ്റ് കിട്ടും. വി വിൽ ഗെറ്റ് എൻ ഹൈഡ്രേറ്റ്. സോ കീറ്റോൺ ഇസ് റിയാക്റ്റഡ് വിത്ത് H2O മോളിക്യൂൾ ഗെറ്റിംഗ് എൻ ഹൈഡ്രേറ്റ്. സോ ഹിയർ H2O എന്ന് പറയുമ്പോൾ H+OH- എന്നാ പറയുക. സോ 1 hydrogen will goes to this oxygen and the remaining OH- part will goes to this carbon.
ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ കാർബണിൻ്റെ രണ്ട് സൈഡിലും എന്ത് കിട്ടും? ഹൈഡ്രജൻ കിട്ടും. കാരണം ഒരു ഹൈഡ്രജൻ എവിടെ പോകും? ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും. ബാക്കി വരുന്ന OH മൈനസ് ഡയറക്റ്റ്ലി ഇവിടെ എന്ത് ചെയ്യും? ബോണ്ട് ചെയ്യും. സോ ദ പ്രോഡക്റ്റ് ഇസ് ഹൈഡ്രേറ്റ്സ്. ദാറ്റ്സ് വൈ ദ റിയാക്ഷൻ ഇസ് നോൺ ആസ് ഹൈഡ്രേഷൻ. അപ്പോൾ അഡിഷൻ ഓഫ് വാട്ടർ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു അസറ്റോൺ ഉണ്ട്. CH3COCH3 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അസറ്റോണ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടുക? പ്രൊപ്പെയിൻ 2,2 ഡയോൾ. ദെൻ 1,1 ഡയോൾസ് ആണ് കിട്ടുക. ഓക്കെ, എന്താ കിട്ടുക? ഇതിനെ നമ്മൾ പറയാം 1,1 ഡയോൾസ്. വാട്ടർ ക്യാൻ ആഡ് ടു എ കാർബണൈൽ ഗ്രൂപ്പ് ടു ഫോം എ 1,1 ഡയോൾ കോൾഡ് ആസ് ജെം ഡയോൾ ഓർ ഹൈഡ്രേറ്റ്. നിങ്ങൾ വിസിനൽ ഡയോളും ജെർമിനൽ ഡയോൾസും പഠിച്ചോ? വിസിനൽ ഡയോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ OH ഗ്രൂപ്പ് വരുന്നതാണ്. ഡിഫറെൻറ്റ് കാർബൺസിൽ OH ഗ്രൂപ്പ് വരുന്നതാണ് വിസിനൽ ഡയോൾസ്. ജെർമിനൽ ഡയോൾസ് എന്ന് പറഞ്ഞാൽ സെയിം കാർബൺസിൻ്റെ മുകളിൽ ഓക്സിജൻ അല്ല ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നതാണ് ജെർമിനൽ ഡയോൾസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൺ ഹൈഡ്രേഷൻ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺ ഗിവിങ് എ ജെർമിനൽ ഡയോൾ. എന്താ പറയുക? ജെം എന്ന് പറഞ്ഞാൽ ജെമിനോൾ എന്നുള്ള മീനിങ് ആണ്. ജെമിനോൾ, GEMINOL, ജെമിനോൾ എന്നാണ് പറയുക. നമുക്ക് ജെം ഡയോൾ എന്നും പറയാം. അപ്പോൾ ഹൈഡ്രേറ്റ് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പം എന്താണ്, നമുക്ക് ആൽഡിഹൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യണം. ആൽഡിഹൈഡായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴും ഇതേമാതിരി തന്നെ എന്ത് കിട്ടും? ഫോമാൽഡിഹൈഡ് ഹൈഡ്രേറ്റ് കിട്ടും. ഇനി when an electron donating group is present on the carbonyl carbon, which decreases the positive charge on the carbonyl carbon and decreases its electrophilicity and stabilizes the carbonyl compound and decrease the yield of hydrate. എന്താ ഇവിടെ പറഞ്ഞതെന്നറിയോ? അപ്പം നമുക്ക് ഈ നമ്മൾ CH3COCH3 എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഈ കാർബണിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഗ്രൂപ്പ്സ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കാർബണിൻ്റെ ഇലക്ട്രോഫിലിസിറ്റീനെ ആര് കുറയ്ക്കും? ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് കുറയ്ക്കും അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ്. അപ്പോൾ കാരണം ഇവർ ഇലക്ട്രോൺസിനെ ആർക്ക് ഡൊണേറ്റ് ചെയ്യും? ഈ കാർബണിന് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് കുറയില്ലേ? അങ്ങനെ കുറഞ്ഞാൽ അത് ഏത് റിയാക്ഷനെ അഫക്റ്റ് ചെയ്യും? അഡീഷൻ റിയാക്ഷനെ അഫക്റ്റ് ചെയ്യും. കാരണം ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പോസിറ്റീവ് സെൻറ്റർ വേണം. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ന്യൂക്ലിയോഫൈൽസിന് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ കാർബണിൻ്റെ ബാക്കി രണ്ട് വാലൻസിയിലും വരുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ they can donate more electrons to this carbon. Therefore കാർബണിൻ്റെ എന്ത് കുറയും? ഇലക്ട്രോഫിലിസിറ്റി കുറയും. ഇലക്ട്രോഫിലിസിറ്റി കുറഞ്ഞാൽ അത് എന്തിനെ എഫക്റ്റ് ചെയ്യും? ഡിക്രീസ് ദ ഈൽഡ് ഓഫ് ഹൈഡ്രേറ്റ് ഫോർമേഷൻ അത്ര കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കും, ഇതൊരു ആൽഡിഹൈഡാണ്. ഈ ആൽഡിഹൈഡിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ കാർബണിൻ്റെ രണ്ട് വാലൻസിയിലും ഹൈഡ്രജനാണ്. സോ അവിടെ പ്രശ്നമില്ല. കാരണം അവിടെ പ്രോഡക്റ്റിൻ്റെ ഈൽഡ് എത്രയാണ്? 99.9% ആണ്. കാരണം ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ല. ഹൈഡ്രജൻ പൊതുവേ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടും നമ്മൾ എടുക്കാറില്ല, ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടൊന്നും ഇതാക്കാറില്ല. അപ്പോൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ല ഹൈഡ്രജൻ. പക്ഷേ ഈ ഹൈഡ്രജന് പകരം ഇവിടെ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ ഇറ്റ് മേ എഫക്റ്റ് ദ ഈൽഡ് ഓഫ് ദി പ്രോഡക്റ്റ്, ഈൽഡ് ഓഫ് ദി റിയാക്ഷൻ. കാരണം ഇപ്പോൾ ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ ഫോർമാൽഡിഹൈഡ് എടുത്തത്, ഇതിവിടെ അസറ്റാൽഡിഹൈഡ് എടുത്തു. സോ ഹിയർ 1 hydrogen is replaced by CH3 group അല്ലേ? സോ ദിസ് CH3 ഗ്രൂപ്പ് ഇസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. CH3 എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. സോ ഈ CH3 ഇലക്ട്രോണിനെ എവിടേക്ക് കൊടുക്കും? കാർബണിലേക്ക് കൊടുക്കും. അപ്പോൾ കാർബണിൻ്റെ പോസിറ്റീവ് ക്യാരക്ടർ കുറഞ്ഞ് വരാൻ തുടങ്ങും. അത് എന്തിനെ എഫക്റ്റ് ചെയ്യും? അഡിഷൻ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യും. അഡിഷൻ റിയാക്ഷനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെ ബാധിക്കും? ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ ഈൽഡിനെ ബാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ജെർമിനൽ ആൽക്കഹോൾ ഉണ്ടായി. പക്ഷേ ആ ആൽക്കഹോൾ എത്രയേ ഉണ്ടായിട്ടുള്ളൂ? 50%. ഓൺലി 50% ഓഫ് ദ പ്രോഡക്റ്റ് ഇസ് ഫോംഡ്. അതിനുള്ള കാരണം എന്താണ്? ബിക്കോസ്
in this acetaldehyde, one group is electron donating group. A group ഏതാണ് CH3 ആണ്. So here CH3 is act as an electron donating group. So electron donating group ആയത് കാരണം here the electrophilicity of carbon is decreases, therefore also decreases the yield of the reaction. Okay. ഇനി രണ്ടെണ്ണാണെങ്കിലോ, രണ്ടും, അതായത് ഇപ്പോൾ അസറ്റോണിൻ്റെ കേസ് ആണെങ്കിൽ ഇത് രണ്ടും എന്ത് തന്നെയാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് അല്ലേ, രണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. അപ്പം നമുക്ക് ആകെപ്പാടി ഈൽഡ് നോക്കിക്കേ, ഈൽഡ് ഒന്ന് നോക്കിക്കേ, എത്ര വന്നിട്ടുള്ളത്, ഓൺലി 0.14%. കണ്ടോ, വളരെ കുറഞ്ഞു, ലെസ് ദാൻ 1% ആണ്. സോ ഇൻ ദ കേസ് ഓഫ് അസറ്റോൺ ഹിയർ 2 ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. Therefore in this carbon electron density is increases, therefore electrophilicity will be decreases, and overall it may affect the yield of this reaction. Therefore acetone hydrate, its yield is only 0.14%. got it? ഇനി നമ്മൾ സ്ട്രോങ് വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് സപ്പോസ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും എന്താണ്, വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാലാണ് കൂടുതൽ പ്രോഡക്റ്റ് കിട്ടുക അല്ലേ. അതെന്താണ്, കാർബണിൻ്റെ അടുത്തുനിന്നും ഇലക്ട്രോണിനെ ആര് അട്രാക്റ്റ് ചെയ്യും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ കാർബൺ ബിക്കംസ് മോർ പോസിറ്റീവ്. സോ ന്യൂക്ലിയോഫൈലിന് വളരെ ഈസി ആയിട്ട് ഈ കാർബണിനെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എടുത്തത് നോക്കൂ, ഇവിടെ എടുത്തോ നോക്കൂ, കാർബണിൽ Cl3C ആണ്. അപ്പോൾ ഈ ക്ലോറിൻ ഭയങ്കര ഇലക്ട്രോ നെഗറ്റീവ് ആണ്. സോ ക്ലോറിൻ ക്യാൻ ക്യാപ്ചർ ഇലക്ട്രോൺ ഫ്രം ദിസ് കാർബൺ. സോ ദ കാർബൺ ബിക്കംസ് മോർ ഇലക്ട്രോ പോസിറ്റീവ്. ദെർഫോർ ദ ന്യൂക്ലിയോഫൈൽ ക്യാൻ ഈസിലി അറ്റാക്ക് ദ കാർബൺ. അത് കാരണം എന്താണ്, ദ ഓവറോൾ yield ഓഫ് ദ റിയാക്ഷൻസ് ബിക്കംസ് എന്താണ്, becomes more stable or yield is increases. അപ്പോൾ here trichloro diacetaldehyde ആണ്, ട്രൈക്ലോറോ അസറ്റാൽഡിഹൈഡ് ആണ് ഈ എടുത്തിരിക്കുന്നത്. ഇതിനെ ക്ലോറൈൽ എന്നാ പറയുക, എന്താ പറയുക, ക്ലോറൈൽ. വാട്ടറായിട്ട് റിയാക്ട് ചെയ്യണു. അപ്പം ഇത് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും, ക്ലോറൽ ഹൈഡ്രേറ്റ് കിട്ടും. 100% നമുക്ക് എന്ത് കിട്ടും, ഈൽഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഒരു പോയിൻ്റ് എഴുതിയിട്ടുണ്ട് മിസ്സ്, ഇതൊന്ന് നോട്ട് ചെയ്യാം. addition of water to aldehydes and ketone slow in pure water but is faster in acid catalyzed and base catalyzed. ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ്, വാട്ടറിൽ എന്താണ്, പ്യുവർ വാട്ടറിൽ അഡിഷൻ റിയാക്ഷൻസ് എന്താണ്, വളരെ സ്ലോ ആണ്. പക്ഷേ അത് സ്പീഡാണ് എങ്ങനെ, ആസിഡ് കാറ്റലൈസ്ഡ് ഓർ ബേസ് കാറ്റലൈസ്ഡ് മീഡിയത്തിൽ അഡിഷൻ ഓഫ് വാട്ടർ എന്താണ്, വളരെ ഫാസ്റ്റായിട്ട് നടക്കും. ഒന്നും വെറുതെ ജസ്റ്റ് ഒരു വാട്ടർ എടുത്ത്, വെറുതെ ഒരു വെള്ളം എടുത്ത് അതിലേക്ക് ആൽഡിഹൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, വി ആർ നോട്ട് ഗെറ്റിംഗ് ദ desired product. But when we conduct addition reactions with water in presence of an acid or base, we are getting desired product. Okay. ദെൻ അടുത്തതാണ് അഡിഷൻ ഓഫ് HCN. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ വരുന്ന രണ്ടാമത്തെ റിയാക്ഷനാണ് അഡിഷൻ ഓഫ് HCN. അത് ആൽഡിഹൈഡോ കീറ്റോണോ എടുത്ത് നമ്മൾ HCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സയനോഹൈഡ്രൻസേ കിട്ടുള്ളൂ. ഈ ഒരു കാര്യം എന്താണ്, ജനറലായിട്ടുള്ള കാര്യമാണ്. സോ ഇത് നിങ്ങൾ എഴുതി വെക്കണം. ഏതൊരു ആൽഡിഹൈഡിനെയും കീറ്റോണെയും എടുത്ത് HCN ഹൈഡ്രജൻ സയനൈഡുമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റിംഗ് സയനോഹൈഡ്രൻ ആസ് ദ പ്രോഡക്റ്റ്. സോ ഹിയർ ആൽഡിഹൈഡ് ഈസ് ടേക്കൺ, HCN ഈസ് ആഡഡ്. സോ എന്താ സംഭവിക്കുക, ഒന്നുമില്ല, ഈ ഹൈഡ്രജൻ എവിടെ പോകും, ഈ ഓക്സിജൻ്റെ അടുത്തേക്കും പോകും, സയനൈഡ് എവിടേക്കും വരും, കാർബണിൻ്റെ അടുത്തേക്കും വരും. നേരത്തെ നമ്മൾ 2 OH ആഡ് ചെയ്ത മാതിരി തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടേക്കും പോകും, ഒരു സയനൈഡ് ഇവിടേക്കും വരും. സോ ദിസ് ഈസ് ദ സയനോഹൈഡ്രൻ. ഇപ്പോൾ ബേസ് കാറ്റലൈസ്ഡും ഉണ്ട്, ആസിഡ് കാറ്റലൈസ്ഡും ഉണ്ട് HCN. ബേസ് കാറ്റലൈസ്ഡ് എങ്ങനെയാണെന്ന് നോക്കാം. ബേസ് കാറ്റലൈസ്ഡ് ഇപ്പോൾ ഒരു ബേസിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ഷുവർലി അവിടെ എന്തുണ്ടാകും, OHൻ്റെ പ്രസൻസ് ഉണ്ടാകും. അപ്പോൾ HCN + OH മൈനസ് ഗിവിങ് CN- + H+ അല്ലേ. ഇനി ഈ CN- നമ്മൾ എവിടേക്ക് ആഡ് ചെയ്യാണ്, അതായത് ഇതിങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഒരു യെസ്,
ഇൻ പ്രസൻസ് ഓഫ് HCN ഹൈഡ്രജൻ സയനൈഡ്. അതായത് ഇതെല്ലാം കൂടി ഒരു മീഡിയത്തിലായിരിക്കും നടക്കുക. ഇതിനെ സെപ്പറേറ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ സയനൈഡ് CN- ലിബറേറ്റ് ചെയ്യും. ആ CN- എവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം? ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാകും. അതിനുശേഷം ഈ ഒരു ഹൈഡ്രജൻ എവിടെ വരും? ഇവിടേക്കും വരും. ദെൻ ബാക്കി വരുന്ന എക്സ്ട്രാ സയനൈഡ് എന്താകും? ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. So examples are given here. Some examples in the case of general reaction here എന്താണ് R C double bond O HCN giving OH minus aldehyde cyanohydride. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റിയാക്ഷൻസ് ആണ്. ഹിയർ സം ഓഫ് ദ എക്സാമ്പിൾസ് ആർ ഡിസ്കസ്ഡ് ഹിയർ. നിങ്ങൾ നോക്കുക. ആൽഡിഹൈഡ് സൈനോഹൈഡ്രിൻ ഉണ്ടാവുന്നുണ്ട്, അസറ്റാൽഡിഹൈഡ് സൈനോഹൈഡ്രിൻ, ബെൻസാൽഡിഹൈഡ് സൈനോഹൈഡ്രിൻ, അസറ്റോൺ സൈനോഹൈഡ്രിൻ. ഇവിടെ കോമ്പൗണ്ട്സ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് മാറ്റി കൊടുത്തുകൊണ്ട് ഒന്നുമില്ല. ഈ ഹൈഡ്രജൻ ഓക്സിജൻ്റെ അടുത്തേക്കും പോകും, സയനൈഡ് കാർബണിൻ്റെ അടുത്തേക്കും പോകും. ബാക്കി വാലൻസിയിൽ ഏത് ഗ്രൂപ്പ് വന്നാലും ദർ ഈസ് നോ ചേഞ്ച്. ഓക്കെ. അടുത്തത് യൂസസ് ഓഫ് സൈനോഹൈഡ്രിൻസ് ആണ്. സൈനോഹൈഡ്രിൻസിനെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ഹൈഡ്രോക്സി ആസിഡ്സ്, ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സൈനോഹൈഡ്രിൻസിനെ യൂസ് ചെയ്യാറുണ്ട്. സൈനോഹൈഡ്രിൻസ് ഓൺ ഹൈഡ്രോളിസിസ് ഗിവിങ് ലാക്റ്റിക് ആസിഡ് ആൻഡ് ഓൾസോ ആൽഫ ഹൈഡ്രോക്സി അമീൻ. ഇത് സിന്തറ്റിക് ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ ഒരു ആൽഫ ഹൈഡ്രോക്സി അമീൻ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് സൈനോഹൈഡ്രിൻ ആസ് ദ റിയാക്ടൻ. ലാക്റ്റിക് ആസിഡ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും സൈനോഹൈഡ്രിൻ എടുത്ത് ജസ്റ്റ് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഗെറ്റിംഗ് ലാക്റ്റിക് ആസിഡ് ആസ് ദ പ്രോഡക്റ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.